റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി നിയോഗിച്ചതിൻ്റെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഇന്നമാ ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, മഹനീയമായ മാന്യമായ സ്വഭാവത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ നിയോഗിതനായിട്ടുള്ളത്. ഇന്ന മിൻ അഹബ്ബികും ഇലയ്യ വ അഖറബികും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ അഹാസിനുകും അഖ്ലാഖ. ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരും എനിക്ക് ഏറ്റവും ഇഷ്ടവും ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകളെ ആയിരിക്കുമെന്നാണ്. ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഏറ്റവും അനിവാര്യമായത് നമ്മുടെ സ്വഭാവമാണ്. കാരണം നാം ഒന്ന് പുഞ്ചിരിക്കാതിരുന്നാൽ പോലും അത് മറ്റൊരാളുടെ മനസ്സിൽ വേദന ഉണ്ടാക്കാനും ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുവാനും കാരണമായി തീരും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളൊരു മുസ്ലിമിനെ കണ്ടുമുട്ടിയാൽ അസ്സലാമു അലൈക്കും എന്ന് പറയണം. സലാം പറഞ്ഞാൽ സലാം മടക്കൽ വാജിബാണ്. നിങ്ങൾ സലാം പറഞ്ഞ് മടക്കാതെ പോയാൽ ആ മനുഷ്യന്റെ മനസ്സിൽ വേദനയായി. ഞാൻ സലാം പറഞ്ഞിട്ട് എന്താണ് മടക്കാത്തത്? അത് വാട്സപ്പിലൂടെയുള്ള ഒരു മെസ്സേജ് ആണെങ്കിലും ശരി, അയാളുടെ മനസ്സിൽ തെറ്റായ ചിന്തയില്ലാതിരിക്കാൻ സലാം മടക്കുക. കണ്ടുമുട്ടിയാൽ പുഞ്ചിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പുഞ്ചിരിച്ച മുഖത്തോടുകൂടി നിന്റെ സഹോദരനെ നീ നോക്കുന്നത് പോലും സദഖയാണ്, ധർമ്മമാണത്. അതിലൂടെ ഉണ്ടാകുന്ന നന്മകൾ എത്രയാണ്. തഹാബു, പരസ്പരം ഗിഫ്റ്റുകൾ കൈമാറൂ, സമ്മാനങ്ങൾ കൈമാറൂ, ഇഷ്ടം വർദ്ധിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റു ചിലർക്ക് പരീക്ഷണമായിരിക്കും, ഉറപ്പാണ്. മക്കളിൽ പോലും ഉണ്ടാകാം, ഇണകളിലും ഉണ്ടാകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വജഅൽനാ ബഅദകും ലിബഅദിൻ ഫിത്ന അതസ്ബിറൂൻ. നിങ്ങളിൽ ചിലർ മറ്റു ചിലർക്ക് പരീക്ഷണമാണ്. അതസ്ബിറൂൻ, ക്ഷമിക്കുവാൻ തയ്യാറുണ്ടോ? ക്ഷമിക്കുക. വഅഫു വസ്ഫഹു, മാപ്പ് നൽകൂ, വിട്ടുവീഴ്ച കാണിക്കൂ. നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? എങ്കിൽ നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ആളുകൾ ചെയ്ത തെറ്റുകൾ നിങ്ങൾ മാപ്പ് നൽകുക, നിങ്ങൾ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. ഇങ്ങനെ ക്ഷമയുടെ, സഹനത്തിൻ്റെ, വിട്ടുവീഴ്ചയുടെ, പുഞ്ചിരിയുടെ, സലാം പറയുന്നതിൻ്റെ, പ്രാർത്ഥിക്കുന്നതിൻ്റെ മഹനീയമായ സ്വഭാവങ്ങൾ ഒരു വിശ്വാസിയിൽ ഉണ്ടായാൽ, ഒരു സമൂഹത്തിൽ ഉണ്ടായാൽ, ആ സമൂഹത്തിൽ സുരക്ഷിതത്വം ഉണ്ടാകും.